When you are a person who loves to take beautiful frames, spontaneously makes you compassionate for traveling, take videos, do adventures and document them. And when you go and come back at a certain point, the memories you have created or is already there, visually represented. വരുമൊരു ഓർമ്മകളെ വീക്ഷിച്ച് when you see your memories visually, that's one of the best feeling. That's what drives me to create always. അപ്പം ഞാനും എൻ്റെ ഒരു കൂട്ടുകാരനും കൂടിയിട്ട് കേരളത്തിലെ മൂന്നാമത്തെ ഏറ്റവും വലിയ കൊടുമുടി കയറാൻ പോണ വീഡിയോ ആണിത്. യെസ്, ദ ചൊക്രാമുടി. അപ്പോൾ നമ്മളിന്ന് ചൊക്രാമുടി കയറാണ്ട് പോണേ. ഇന്ന് മൂന്നാറിൽ സ്റ്റേ ചെയ്തിട്ട് നാളെയാണ് പോവുക. അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരനോടെ ഉണ്ട്. ആദ്യം പോയി അവനെ പിക്ക് ചെയ്തിട്ട് മൂന്നാറിൽ പോയിട്ട് മറ്റേ KSRTCയുടെ ആ ഒരു ഇതുണ്ടല്ലോ, ഒരു സ്ലീപ്പർ, ഒരു ക്യാബിൻ പോലെ, അതിനകത്താണ് ഇന്നത്തെ സ്റ്റേ ഉദ്ദേശിച്ചേക്കുന്നത്. അവിടെ കിട്ടുമെന്ന് അറിയില്ല, ചെന്ന് നോക്കിയിട്ട് വേണം നോക്കാനായിട്ട്. ഇവിടെ ഒരു കൂട്ടുകാരനോടെ ഉണ്ട്. അപ്പോൾ ഇന്ന് മൂന്നാർ സ്റ്റേ അടിച്ചിട്ട് നാളെ കാലത്തിന് ചൊക്രാമുടി കയറാനായിട്ട് പോകണം. അപ്പോൾ പോട്ടെ. നല്ല മഴയുണ്ട്. ചീയപ്പാറിലെ വെള്ളം കണ്ടോ? റെയിൻകോട്ടിൻ്റെ പാൻസ് വെക്കാൻ മറന്നുപോയി. അതുകൊണ്ട് ഞാൻ ഇട്ടിരുന്നപ്പോൾ എൻ്റെ ആകെ നനഞ്ഞ് ചീഞ്ഞ്. വേറെ ഡ്രസ്സൊന്നും എടുത്തിട്ടുണ്ടായില്ല. അതുകൊണ്ട് മര്യാദക്ക് കിടന്ന് ഉറങ്ങാൻ പോലും പറ്റില്ല ആ നനഞ്ഞ പാൻറ്റ് കിടന്നിട്ട്. അങ്ങനെ ഞങ്ങൾ മൂന്നാർ KSRTC സ്റ്റാൻഡിലുള്ള KSRTC സ്ലീപ്പറിലെത്തി. പെർ ഹെഡ് 220 രൂപയാണ് ചാർജ്. ഒരു ബ്ലാങ്കറ്റ്, പില്ലോ, ബെഡ്ഷീറ്റൊക്കെ അവൈലബിൾ ആണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഫെസിലിറ്റി ആണ് കേട്ടോ അത്. അങ്ങനെ കാലത്ത് എന്നെ എണീച്ച് ഇനി 5:30 സമയത്ത് അവിടെ ചൊക്രാമുടി പോയി റിപ്പോർട്ട് ചെയ്യണം. അപ്പോൾ കാലത്ത് തന്നെ എണീച്ച് പിന്നെ ഒരു ചായ കുടിച്ചോണ്ടിരിക്കുക. അതിൽ തണുപ്പുണ്ട്, കൈയാണെങ്കിൽ വിറച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനാണെങ്കിൽ ഒരുപാട് പുക. മൂന്നാറിൽ നിന്ന് പൂപ്പാറ റൂട്ടിലേക്ക് ഒരു 10-12 കിലോമീറ്റർ വണ്ടി ഓടിച്ച് ചെന്ന് കഴിഞ്ഞാലാണ് ട്രക്കിംഗ് പോയിന്റിൽ എത്താം. നല്ല ചില്ലിങ് ആയിട്ടുള്ളൊരു റൈഡ്. കുറച്ചൊക്കെ ചെന്ന് കഴിയുമ്പോൾ സൂര്യൻ ഉദിച്ച് വരുന്ന ആ ഒരു ഹൊറൈസൺ പതിയെ കണ്ടു തുടങ്ങാനായിട്ട് വരും. നിങ്ങളിങ്ങനെ ഗ്യാപ്പിലൂടെ കുറച്ചിങ്ങോട്ട് പോകുന്നേ മതി. ഒരു 11 കിലോമീറ്റർ പോകുന്നതെന്ന് പറഞ്ഞില്ലേ, അങ്ങനെ കുറച്ച് മതി. ഇങ്ങനൊരു ബോർഡ് കാണാം, ചൊക്രാമുടി ട്രക്കിംഗ് പ്രോഗ്രാം എന്ന് പറഞ്ഞ്. അപ്പോൾ ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ റൈറ്റ് ഉണ്ടാവും. ഞാനത് കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ സൂര്യൻ ഉദിച്ച് വന്നാൽ നമുക്ക് സൺറൈസ് മര്യാദക്ക് കിട്ടില്ല. അവിടുന്ന് ആ ഒരു ബോർഡ് കണ്ടു കഴിഞ്ഞാൽ അവിടുന്ന് ഒരു ഇച്ചിരി ചെരിഞ്ഞ് ഓൾറെഡി വണ്ടികളൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ ചൊക്രാമുടിയിൽ റിപ്പോർട്ട് ചെയ്തതിന് ശേഷം നമ്മളൊരു ഡിക്ലറേഷൻ ഫോം ഒപ്പിട്ട് കൊടുക്കണം. അതൊക്കെ ഒപ്പിട്ട് കൊടുത്തു കഴിയുമ്പോൾ ഒരു കുപ്പി വെള്ളവും തരും. നിലവിൽ ഞങ്ങൾ കുറച്ച് വൈകിപ്പോയതിൻ്റെ പേരിൽ ഫസ്റ്റ് ബാച്ച് ഓൾറെഡി അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. ഇച്ചിരി വേഗം ചെന്ന് കഴിഞ്ഞാൽ അവരുടെ ഒപ്പം എത്താമെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഞങ്ങളുടെ ഹൈക്കിങ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. ക്ലൗഡ് ബെഡ് നോക്കിയേ, സൂര്യനെ പറഞ്ഞോട് ഉദിച്ച് വന്നിറങ്ങി ആ സൈഡിൽ നിന്ന്. ഓ, സെയിം ലെവലാണ് ഇപ്പം നിൽക്കുന്നത്. അപ്പം ഇനി ഈ സാധനം ഏറ്റവും ടോപ്പിൽ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ വ്യൂ എന്തായിരിക്കും നമുക്ക് പോയോക്കാം. സൂര്യനെ ഉദിച്ചു തുടങ്ങി, പുറകിൽ കണ്ടില്ലേ. ഇനി മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ ഈ നല്ലൊരു വ്യൂ മിസ്സാവും. ലൈഫിലെ ആദ്യമായിട്ടാണ് ഇത്ര മുകളിൽ നിന്ന് സൺറൈസ് ആണ്. അത് മര്യാദക്ക് ആസ്വദിച്ചില്ലെങ്കിൽ ശരിയാവില്ല. ഇവിടെ നിർത്താം.
വിളിക്കണോട്ടോ, ഞാൻ ഒരുപാട് ദൂരത്തേക്ക് കഴിഞ്ഞ് വിളിക്കണോട്ടോ. പയ്യെ കയറി പോകുമ്പോ ഞാൻ ഒരുപാട് ദൂരത്തേക്ക് കഴിഞ്ഞാൽ വിളിക്കണം. ഞാൻ പയ്യെ വീടെടുത്ത് കയറി പോവാ. പകുതി എന്ന് പറഞ്ഞത് പകുതിയിലായിട്ടുണ്ടായില്ല. ഞങ്ങൾ പകുതി ആയിട്ടുള്ളൂ. കുറേ നേരമായി പകുതിയായി എന്ന് പറയുന്നത്. ഇപ്പോഴും പകുതിയായി ഒന്നും അറിയാൻ പാടില്ല. ഒരു ബ്രേക്ക്ഫാസ്റ്റ് മലയുടെ മുകളിൽ നിന്ന് നല്ല വെയിലത്ത് എന്തപ്പോഴും ഞാൻ ഇതുവരെ കയറി വന്നോടത്ത് ഒരിറ്റു പ്ലാസ്റ്റിക്കോ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പിയോ ഞാൻ ഇതുവരെ ഇവിടെ കണ്ടിട്ടില്ല. ഇവിടെ നിങ്ങൾ മല മൊത്തം കയറില്ലെന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു. ഇതിനു മുമ്പ് ഞാൻ പോയേക്കണേ ഏത് സ്ഥലത്താണെങ്കിലും നിറച്ച് പ്ലാസ്റ്റിക് കവറായിരിക്കും. പക്ഷെ ഇവിടെ അല്ലാതെ തീർത്തും വ്യത്യസ്തമായിട്ട് ഞാൻ ഇതുവരെ പ്ലാസ്റ്റിക് അവിടെ കണ്ടിട്ടില്ല. പിന്നെ ഇവിടെ വരുന്നവരും ആ ഒരു മൊറാലിറ്റി കീപ്പ് ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ. അങ്ങനെ ചൊക്രാമുടിയുടെ പീക്കിലെത്തി. അതായത് ലിറ്ററലി ഇപ്പോൾ 2169 മീറ്റർ പൊക്കത്തിലാണ് ഞങ്ങൾ സീ ലെവലിൽ. അങ്ങനെ 3 കിലോമീറ്ററോളം ചെങ്കുത്തായിട്ടുള്ള സ്ഥലം തന്നെയായിരുന്നു ഈ ഒരു ട്രെക്കിനുണ്ടായിരുന്നത്. ഈ ഒരു ട്രെക്കിൽ കഴിഞ്ഞ് പീക്കിൽ എത്തിക്കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസാധ്യമാണ്. വന്നു കഴിഞ്ഞാൽ 360 ഡിഗ്രി വ്യൂ. നമുക്ക് മൊത്തത്തിൽ 3 കിലോമീറ്ററാണ് ഉള്ളത് നടക്കാനായിട്ട് തന്നെ. താഴ്ത്തുനിന്ന് കുത്തനെ കയറ്റമാണെങ്കിലും നമുക്ക് കാണാൻ ആസ്വദിച്ച് ഭംഗിയായിട്ട് പതിയെ കയറി കണ്ടു വരാൻ ഭംഗിയുണ്ട്. മാത്രമല്ല 360 ഡിഗ്രി വ്യൂ നമുക്ക് ഇവിടെ നിന്ന് നോക്കി കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് കഴിഞ്ഞാൽ ഈ സൈഡിലൊക്കെ കാണുമ്പോഴത്തേക്ക് താഴോട്ട് വരയാടൊക്കെ നിൽക്കുന്നൊക്കെ ഉണ്ടാവും. അപ്പോൾ വെയിൽ കഴിഞ്ഞ ദിവസം മഴയൊക്കെ ആയതുകൊണ്ട് മാത്രമാണ് വരയാട് വരാത്തത്, അല്ലെങ്കിൽ ഇവിടെയൊക്കെ വരയാട് വരുന്നതാണ്. പിന്നെയാണെങ്കിൽ ഇവിടുന്ന് നോക്കിയാൽ ഇടുക്കി ഡാമിൻ്റെ കെട്ട് കാണാം. ആ ഒരു സൈഡിലായിട്ടാണ് വരുന്നത്. അതാണോ ഇത്? അല്ലല്ല, അത് പൊന്മുടിയാണ്. അത് പൊന്മുടി. അതിൻ്റെ ശേഷം കൂടെ അവിടെ മഞ്ഞൊക്കെ ആയതുകൊണ്ട് ഇപ്പോൾ കാണാൻ പറ്റുന്നില്ലാത്ത. അതിൻ്റെ അങ്ങോട്ട് മൂന്നാറ് കാണാൻ പറ്റും. ആ സൈഡിൽ നോക്കി കഴിഞ്ഞാൽ അവിടെ മുകളിൽ കയറി കഴിഞ്ഞാലേ ഒരു ഏരിയ ഫുള്ള് നമുക്ക് കാണാൻ പറ്റാവുന്ന. ആനമുടി എവിടെയായിട്ടോ? ആനമുടി ഇതാ. അപ്പോൾ ഇവിടെ നീലക്കുറിഞ്ഞി പോക്കൂലേ? 2026 പോകും. അപ്പോൾ 2026 നിങ്ങളിവിടെ വരാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല അടിപൊളി വ്യൂവും ഒപ്പം നീലക്കുറിഞ്ഞും കണ്ട് ആസ്വദിച്ച് പോകാൻ പറ്റും. ഇനി 2 വർഷം കൂടെ ഉള്ളൂ. ഇവിടെ കാണുന്നതൊക്കെ നീലക്കുറിഞ്ഞി ചെടികളുണ്ടോ? നേപ്പാളിന്റെ നാഷണൽ ഫ്ലവർ ആണ് ഇതില്ലേ? ഇപ്പൊ നിലയിൽ പൂത്തോട്ടിൽ നിൽക്കുന്നുണ്ടോ? അടുത്ത വർഷം ജനുവരി പൂക്കുള്ളൂ. അറ്റത്താണ് പീക്കുള്ള ആനമുടി. മൂന്നാർ ടൗൺ. അത് പുതിയ ടോൾ പാസ്. ദേവികുളം. അത് ദേവികുളം. മീശപ്പുലിമല എവിടെയാ? അതാണോ? അവിടെയാണ് മീശപ്പുലിമല അല്ലേ? എല്ലാ വ്യൂ നമുക്ക് എല്ലാം കാണാൻ പറ്റും. പിന്നെ എന്താ ആ ഒരു നടക്ക് കുന്ന് കഴിഞ്ഞാൽ അതിന്റെ അങ്ങോട്ട് മാട്ടുപ്പിടി ഡാമാണ്. ഒരു സൈഡാണെങ്കിൽ അടിമാലി. അതായത് ഇവിടെ വന്ന ഇടുക്കിയുടെ ഓൾമോസ്റ്റ് എല്ലാ സ്ഥലങ്ങളും കാണാനായിട്ട് പറ്റും. കൊച്ചി വരെ കാണാൻ പറ്റും ഇവിടെ. ആ സൈഡിൽ അങ്ങോട്ട് നമുക്ക് ശരിക്കും കാണാൻ ഏതൊക്കെ സിറ്റിയാന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയില്ലാത്തതുകൊണ്ടാണ് കൊച്ചിയൊക്കെ കാണാൻ പറ്റുന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ചൊക്രാമുടിയൊക്കെ കയറി ഇവിടെ എത്തി. വണ്ടിയിൽ കയറി ഇനി ചതുരംഗപ്പാറ പോകണം. അത് കഴിഞ്ഞ് അവിടുന്ന് കള്ളിമാലി വ്യൂ പോയിന്റ് അങ്ങനത്തെ സ്ഥലത്തേക്ക് പോകണം. അത് കഴിഞ്ഞിട്ട് പൊന്മുടി ഡാമിൻ്റെ ഹാങ്ങിങ് ബ്രിഡ്ജ് കൂടിയും കയറി കഴിഞ്ഞാൽ നേരെ വീട്ടിലേക്കാണ്. അങ്ങനെ നമ്മൾ കള്ളിമാലി വ്യൂ പോയിന്റിലും എത്തി. ഈ ചതുരംഗപ്പാറയും കള്ളിമാലി വ്യൂ പോയിൻ്റൊക്കെ സൺസെറ്റിൽ കാണാൻ ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ ജസ്റ്റ് ചൊക്രാമുടി കഴിഞ്ഞ് നേരത്തെ ഇറങ്ങിയതിൻ്റെ പേരിൽ മാത്രം ഈ 2 സ്ഥലത്തേക്ക് പോയെന്നുള്ളൂ. അപ്പോൾ അതിനാ ഇതാണ് പൊന്മുടി ഹാങ്ങിങ് ബ്രിഡ്ജ്. കാറ്റൊരു കിടന്ന് അനങ്ങി നോക്കി.
വീഡിയോ ഇത്രേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുപോലൊരു അടിപൊളി വീഡിയോ ആയിട്ട് പിന്നെ വരാം. അതുവരേക്കും ഗുഡ് ബൈ. സുഹൃത്തുക്കളെ, ഞങ്ങളങ്ങനെ ചൊക്രാമുടി കീഴടക്കിയിരിക്കുകയാണ്.